2026 എല്ലാ മുന്നണികളിലും ഈ ഏതാണ്ട് സീറ്റ് ഉറപ്പായിട്ടുള്ളവർ, മത്സരിക്കും എന്ന് ഉറപ്പായിട്ടുള്ളവർ അവരുടെ സുരക്ഷിത മണ്ഡലങ്ങൾ നോക്കി നടക്കുകയാണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പാലം വലിക്കലും പാരവയ്പും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് സുരക്ഷിത മണ്ഡലം തേടുകയാണ്. ഈ പാലം വലിക്കലും പാരവയ്പും ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാം കോൺഗ്രസിലാണ്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ഈ മുസ്ലിം പിന്തുണ കൂടുതലുള്ള പ്രദേശം നോക്കി പോകുന്നത്. കാരണം വട്ടിയൂർക്കാവിൽ നിന്നാൽ ഇനി തോക്കും എന്ന് മുരളീധരൻ നന്നായി അറിയാം, അത് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഹൈക്കമാൻഡിൽ തന്നെ ചിലരൊക്കെ രംഗത്ത് ഇറങ്ങുന്നുമുണ്ട്. അതുകൊണ്ട് ഈ മുസ്ലിം മേഖലകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ സുരക്ഷിതമാണ്. ആ പാർട്ടിക്കകത്ത് അവരുടെ സമുദായത്തിലുള്ളവർ യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള പാരവയ്പോ പാലം വലിക്കലോ നടത്തത്തില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി തന്നെയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും സുരക്ഷിതമായി നിയമസഭയിൽ എത്താം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് BJP-യിൽ നിന്ന് ചാടിയിറങ്ങി കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ ഇനി എവിടെ മത്സരിക്കണം എന്നുള്ളത് നോക്കി നടക്കുകയാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് ചാടുന്നതിന് മുമ്പ് 26-ൽ തനിക്ക് സുരക്ഷിത മണ്ഡലം നൽകാം എന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സന്ദീപ് വാര്യർ എവിടെ പോയി നിന്ന് മത്സരിച്ചാലും അവിടെ വന്ന് നേരിടും, മടയിൽ വന്ന് നേരിടും എന്ന് പറയുന്നത് പോലെ എവിടെ പോയി ഒളിച്ചാലും എവിടെ നിന്ന് മത്സരിച്ചാലും നേരിടുമെന്നാണ് BJP-യും പറയുന്നത്. BJP-യെ ചെന്ന് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സന്ദീപ് വാര്യര്. സുരേന്ദ്രനോട് തൃശ്ശൂരിൽ മത്സരിക്കാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അത് കോൺഗ്രസ് പാർട്ടിയിലെ ഓരോരുത്തരങ്ങ് തീർച്ചപ്പെടുത്തും, ഇന്നടത്ത് മത്സരിക്കുന്നു അല്ലെ മത്സരിക്കില്ല എന്നൊക്കെ. അതുപോലെ BJP-യിൽ പറ്റുമോ? അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് കാര്യം മനസ്സിലായി. തൃശ്ശൂർ എന്തായാലും അവിടെ എത്തി നോക്കണ്ട. കാരണം തൃശ്ശൂര് BJP-ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ്. സുരേഷ് ഗോപി 76,000 വോട്ടിന് വിജയിച്ച ഒരു പാർലമെന്റ് മണ്ഡലമാണ്. പൊതുവെ ഒരു BJP അനുകൂല സ്ഥിതിയിലേക്ക് മാറി. BJP-യെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ല പോലെ തന്നെ അതിപ്രധാനമാണ് തൃശ്ശൂർ ജില്ലയും BJP-ക്ക് ഏതാനും സീറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നുമായിരിക്കും. അതുകൊണ്ട് സന്ദീപ് വാര്യർ എന്തായാലും തൃശ്ശൂരൊന്നും കറങ്ങി നടക്കത്തില്ല. ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഈ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടോ കോൺഗ്രസ് ഓഫീസുമായിട്ടോ അധികം ബന്ധം പുലർത്താതെ കൂടുതലും മുസ്ലിം ലീഗ് നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ ഓഫീസുമായിട്ടാണ് ബന്ധം പുലർത്തിയിരിക്കുന്നത്. സന്ദീപ് വാര്യർ BJP-യിൽ നിന്നിറങ്ങി കോൺഗ്രസിലേക്ക് ചേർന്ന് കഴിഞ്ഞ് ആ ചടങ്ങ് കഴിഞ്ഞപ്പോൾ, ആ ഒരു ചടങ്ങുണ്ടല്ലോ, ആ ബിരുദദാന ചടങ്ങെന്ന് പറയുന്നത് പോലെ, അത് കഴിഞ്ഞപ്പോൾ നേരെ പോയതെങ്ങാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം നമസ്കരിച്ചു. അതാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം പിന്നെ ഇതുവഴിയോ പോയപ്പോ ഇവിടെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിലൊന്ന് കയറി. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെയാണ്. എന്തിനും ഏതിനും അവിടെയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പൊതുവെ മുസ്ലിം നേതാക്കളുമായിട്ടാണ് കൂടുതൽ അടുപ്പം. പാലക്കാട് ജില്ലക്കാരനാണ്. തൃശ്ശൂർ ജില്ലയും പാലക്കാടും ഒക്കെ ആയിട്ടാണ് നിന്നിരുന്നതും പ്രവർത്തനങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ജയിച്ചു കയറി പോകണമെന്നുണ്ടെങ്കിൽ വളരെ സുരക്ഷിതമായ ഇടമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലെ എവിടെയെങ്കിലും ആയിരിക്കും. അവിടെ മലപ്പുറം ജില്ലയിലെ അവിടെ നിന്ന് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ചില ഭാഗങ്ങളിലും ഒക്കെയാണ് ലീഗിന് ആധിപത്യം ഉള്ളത്. തൃശ്ശൂർക്ക് ഇപ്പുറം ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് തൃശ്ശൂരും കഴിഞ്ഞ് അങ്ങോട്ട് വളരാൻ തുടങ്ങുകയാണ്. അത് വളർത്തിയത് കോൺഗ്രസ് തന്നെയാണ്. ഇപ്പൊ ഡൽഹിയിലെ ആസ്ഥാനം മന്ദിരം വരെ പണിതിട്ടിരിക്കുകയാണ്.
ഈ അഖിലേന്ത്യാ പാർട്ടിയാകാൻ വേണ്ടി ഉള്ള ശ്രമമാണ്. അതിലൂടെ ഏതെങ്കിലും തരത്തിലെ ഇന്ത്യ മുന്നണിയുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചും എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പൊ സന്ദീപ് വാര്യര് വളരെ സുരക്ഷിതമായ മണ്ഡലം എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ തവന്നൂരിലാണ് നോട്ടമിട്ടിരിക്കുന്നത്. തവന്നൂരിൽ ഇപ്പോഴത്തെ MLA KT ജലീലാണ്. 2 തവണയായിട്ട് ജലീലാണ് CPM സ്വതന്ത്രനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പഴയ കുറ്റിപ്പുറത്തിന്റെ രൂപമാണ് തവന്നൂര്. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി 91-ലും 1996-ലും 2001-ലും ഒക്കെ വിജയിച്ച മണ്ഡലമാണ്. പിന്നീട് 2006-ൽ മുഖ്യമന്ത്രി KT ജലീലിനോട് പരാജയപ്പെട്ടു. KT ജലീലിനോട് പരാജയം ഏറ്റുവാങ്ങിയതോടുകൂടിയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു പരാജയത്തിന്റെ കയ്പുനീര് അറിയുന്നത്. ജലീൽ പിന്നീട് പാർട്ടിയിലാകെ അങ്ങ് തിളങ്ങി നിന്നു എന്നുള്ളതാണ്. ഐസ്ക്രീം പാർലർ കേസ് കഴിഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയെ വീഴ്ത്തി. അപ്പോൾ ഇക്കഴിഞ്ഞ തവണ തവന്നൂരില് CPM സ്വതന്ത്രനായിട്ട് KT ജലീൽ മത്സരിച്ച് വിജയിക്കുമ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഫിറോസ് ആയിരുന്നു എന്നുള്ളതാണ്. ഫിറോസിനെ തോൽപ്പിച്ചത് 3000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫിറോസ് ഒരു മികച്ച പ്രകടനം അവിടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. വളരെ അവസാന നിമിഷം വരെയും മുൾമുനയിൽ നിർത്തിയ ഒരു മണ്ഡലമാണ് തവന്നൂർ. അതുകൊണ്ട് തവന്നൂരിൽ നിന്ന് മത്സരിക്കാനായിട്ടുള്ള താല്പര്യം കാണിച്ച് സന്ദീപ് വാര്യര് ലീഗുമായിട്ടുള്ള ഒരു ചങ്ങാത്തത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുമായിട്ടില്ലാത്ത തരത്തിലുള്ള ചങ്ങാത്തം. പിന്നെ UDF-നകത്ത് ലീഗിനുള്ള ആധിപത്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസുകാർക്ക് വേണ്ടി പല സീറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ കൂടെ ഒരു ആവശ്യമാണ്. കാരണം 2026-ൽ അധികാരത്തിൽ വരണം, സുരക്ഷിതമായ മണ്ഡലം പലർക്കും കൊടുക്കണം. അധികാരത്തിൽ വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ LDF-ൽ നിന്ന് ജോസ് കെ മാണി വിഭാഗത്തെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് ശ്രമമൊക്കെ നടത്തിയത്. ഇപ്പോൾ നിലമ്പൂരിലെ വിജയം എന്ന് പറയുന്നത് തന്നെ ആരുടെ വിജയമാണ്? അത് ലീഗിന്റെ വിജയമാണ്. ലീഗാണ് അവിടെ അധ്വാനിച്ചത്. കുഞ്ഞാലിക്കുട്ടി വീടുകൾ കയറി ഇറങ്ങി എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടി? ഈ ഒരു തരംഗം 2026-ൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കയറി ഇറങ്ങിയത്. അതിലേക്ക് പോകുമ്പോൾ ലീഗ് ചിലപ്പോൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കും. എന്നിട്ട് ലീഗ് ചോദിക്കുന്നത് ഈ തൃശ്ശൂർ കഴിഞ്ഞിട്ടുള്ള എങ്ങോട്ടേലും പ്രദേശത്ത് വേണേൽ ചോദിക്കാനും സാധ്യതയുണ്ട്. പണ്ട് കൊല്ലം ജില്ലയിലെ ഇരവിപുരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടില്ലേ ലീഗ്? പുനലൂരിൽ നിന്ന് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലീഗ് ഇങ്ങനെ മലപ്പുറം വിട്ടിറങ്ങി വരാനായിട്ടും നോക്കി നിൽക്കുകയാണ്. കാരണം അവരുടെ ആധിപത്യം അത്രത്തോളം ശക്തമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി. അപ്പോൾ BJP എന്ന പാർട്ടിയിൽ നിന്ന് സ്ഥാനം മോഹിച്ച് തൃശ്ശൂർ BJP-യിലേക്ക് എത്തി തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് BJP-യെ പരാജയപ്പെടുത്താമെന്നുള്ള വ്യാമോഹമൊക്കെ ഇപ്പോൾ അങ്ങ് ഉപേക്ഷിച്ചിരിക്കുകയാണ്. അത് നടക്കത്തില്ല എന്നറിയാം സന്ദീപ് വാര്യർക്ക്. ഇനി നിന്ന് മത്സരിച്ച് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് ലീഗിന്റെ തട്ടകത്തിലേക്ക് തന്നെ പോകണം. കാരണം കോൺഗ്രസ്സുകാർ തന്നെ നോക്കി വെച്ചിരിക്കുകയാണ് എങ്ങനെ പരാജയപ്പെടുത്തണം എന്നുള്ളത്. കാരണം അവർക്ക് കിട്ടേണ്ട സീറ്റുകളാണ് പലപ്പോഴും ഇങ്ങനെ കയറി വരുന്നവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സന്ദീപ് വാര്യർ എന്തായാലും ഇനി ലീഗിന്റെ കോട്ടയ്ക്കകത്ത് തന്നെയാണ്. കാരണം അവിടം BJP-ക്ക് ഹിന്ദു അവിടെ വിഭാഗം വെറും ന്യൂനപക്ഷമാണ്. അത് തനിക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ടാണ് സന്ദീപ് വാര്യരുടെ ശ്രമം.